परमेश्वर के नाम की महिमा करने के लिए परमेश्वर सुंदर अवसर दिया, परमेश्वर को धन्यवाद करते हैं। നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. हमारा परमेश्वर विश्वास योग्य परमेश्वर है। ജീവിതത്തിന്റെ സകല ഘട്ടങ്ങളിലും ദൈവത്തിന്റെ കൃപ കൂടെയുണ്ട് നമ്മോടൊപ്പം. वो परमेश्वर जीवन के हर समय हमारे संग रहने वाला परमेश्वर। ദൈവം നമ്മുടെ ശുശ്രൂഷകളെ മാനിക്കട്ടെ. वो परमेश्वर हमारी सेवाओं में हमारे साथ रहे. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. सभी को मैं मसीही वंदन करता हूँ. തോമസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. थॉमसन पास्टर जी के लिए परमेश्वर को धन्यवाद करता हूँ. ജോർജ് പാസ്റ്റർക്കായി, ജോയ് പാസ്റ്റർക്കായി, എല്ലാ ദൈവവൃത്തന്മാർക്കായി, ദൈവദാസന്മാർക്കായി, അഭിഷിക്തന്മാർക്കായി എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. जॉर्ज पास्टर जी का और जय पास्टर जी का मैं धन्यवाद करता हूँ. सभी दास दासियों का मैं धन्यवाद करता हूँ जो सभा में जुड़े हुए हैं. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. आप सबकी प्रार्थनाओं के लिए हम धन्यवाद करते हैं. ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഗോഡ്സ് മിഷനിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हमसे प्रेम करने वाले, हमारे लिए प्रार्थना करने वाले सभी लोगों को हम परमेश्वर के नाम से धन्यवाद करते हैं. ഇന്ന് രാവിലെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവം മുമ്പാകെ ഒരുമിച്ചായിരിക്കാം. हम परमेश्वर के सामने बड़ी प्रार्थना के साथ बैठे हैं. ദൈവത്തിന്റെ ആവാഹൃതമായി നമ്മോട് സംസാരിക്കട്ടെ. परमेश्वर हमसे बात करने पाए. വലിയ ദൈവിക സാന്നിധ്യം നാം ഒരുമിച്ച് അനുഭവിക്കാം. परमेश्वर की महिमा हम आपस में महसूस करने पाए. തുറന്ന മനസ്സോടെ നമുക്ക് കർത്താവിന് സ്തോത്രം പറയാം. हम परमेश्वर का धन्यवाद करें. ഹല്ലേലൂയ. ആമേൻ. 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 നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവരെ ഇസ്രായേൽ മക്കളെ ബന്ധനസ്ഥരാക്കിയ ഒരുപാട് ചരിത്രം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. हम जब इजराइल का इतिहास पढ़ते हैं तो इजरायली लोगों को कई बार बंधक बनाया गया, गुलाम बनाया गया, ऐसा इतिहास हम सब जानते हैं. പല സ്ഥലങ്ങളിൽ അവരെ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട്. हम जानते हैं उन्हें अलग अलग स्थानों में ले जाकर बंधक बनाया, गुलाम बनाया. നീണ്ട യുദ്ധങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു ഭാഗമാണ്. जो बहुत ही लंबे समय तक चलने वाला जो युद्ध होता है वो इजराइल के लिए आम बात है. അറിയാമോ, ഇസ്രായേൽ രാഷ്ട്രം 1947 പുതിയ രാഷ്ട്രമായി മാറിയപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം അവർക്കെതിരെ ഉണ്ടായി. हम सब जानते हैं इजराइल जब एक देश बना, उस 1947 के बाद जब एक इजराइल जब देश बना, उसी दिन के बाद से आज तक भी इजराइल में युद्ध चल रहा है. ഓർക്കുക, അമ്മ ഏറ്റവും അധികം യുദ്ധത്തിലോ കടന്നു വരുന്ന ജനമാണ് ഇസ്രായേൽ മക്കൾ. हम सब जानते हैं सबसे ज्यादा युद्ध में शामिल हुए जो लोग हैं उनमें से एक हैं इजराइल के लोग. എന്നാൽ ഇന്നും ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ കാരണം ദൈവത്തിന്റെ ജനമായതുകൊണ്ടാണ്. हम सब जानते हैं आज भी इजराइल उस युद्ध में खड़ा है. इसके पीछे एकमात्र रीजन है परमेश्वर के लोगों के बारे. ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ആരെല്ലാം ശ്രമിച്ചു അവരെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. हम सब जानते हैं जो इजराइल के खात्मे का जिन्होंने सपना देखा था वे सब इतिहास में ही रह गए. हम सब जानते हैं ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനത്തെ ആർക്ക് അവസാനിപ്പിക്കാൻ കഴിയും? परमेश्वर के द्वारा आशीषित अगर लोगों को कोई कौन खत्म कर सकता. പ്രാർത്ഥനയോടെ മുമ്പായിരിക്കാം എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഇന്ന് നമുക്ക് രാവിലെ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. एक परमेश्वर ने मुझे दिया हुआ एक विचार को आप सबसे कहकर हम उसमें आगे बढ़ना चाहते हैं. പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിശ്ചയമായും നമുക്ക് ആവശ്യമായ ഒരു ആത്മീക സന്ദേശം രാവിലെ നാം ഒരു ശ്രദ്ധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. हम प्रार्थना के साथ बैठे जो परमेश्वर हमसे कहना चाह रहा है वो परमेश्वर हमसे कहेगा. നമുക്കറിയാം, ബാബേൽ പ്രവാസം ഏകദേശം 70 വർഷം ഇസ്രായേൽ മക്കൾ ബാബിലോണിലായിരുന്നു. हम सब जानते हैं करीब 70 साल तक इजरायली लोग बाबिलोन में वे बंधक के रूप में थे. നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു, യെരുശലേം ദേവാലയം നശിപ്പിക്കുന്നു, യെരുശലേം നഗരം നശിപ്പിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ഏകദേശം 70 വർഷം അവർ ബാബേലിൽ അടിമകളായി പാർക്കുന്നു. नबूकदनेस्सर राजा ने इजराइल पर हमला किया, यरूशलेम के मंदिर को तोड़ दिया और करीब 70 साल तक ഇസ്രായേലി लोग वहां बंधक. ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലാതെ അന്യദേവന്മാരെ സേവിപ്പാൻ കൊണ്ട് നിർബന്ധിതരായ ഇസ്രായേൽ മക്കൾ വളരെ പ്രയാസത്തിൽ ബാബിലോണിൽ ബന്ധനസ്ഥ ആയിരുന്നു. നമുക്ക് അറിയാം, दानिएल തുടങ്ങിയ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. अन्य देवी देवताओं का पूजन करने के लिए उनकी आराधना करने का एक नियम बनने के कारण उनके ऊपर बहुत ज्यादा प्रताड़ित किया जाने का इतिहास हम सब जानते हैं. ബാബിലോൺ രാജ്യത്തിന്റെ ഉദയവും അതിന്റെ വളർച്ചയും ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. हम सब जानते हैं बाबिलोन की जो प्रगति है, उसकी जो समृद्धि है अचानक से जो बढ़ गई थी, वे बहुत ही आश्चर्यचकित बात है. ലോകത്തെ മുഴുവൻ ഭരിപ്പാൻ പ്രാപ്തിയുള്ള രാജാക്കന്മാർ ബാബിലോണിൽ എഴുന്നേറ്റു. हम सब जानते हैं कि पूरी दुनिया में कब्जा करने की क्षमता रखने वाले जो राजा थे वे बाबिलोन से निकले थे.
ബാബിലോണിന്റെ വളർച്ചയിൽ ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. बाबिलोन की जो प्रगति है उसकी जो जो दिन ब दिन उसमें जो अच्छाई आ रही थी, वहां पे अच्छी बातें हो रही थी, सब देखकर लोग काफी आश्चर्य थे। ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ബാബിലോൺ അവരുടെ വശത്താക്കി. दुनिया भर के सभी ताकतवर राज्यों को बाबिलोन ने अपने वश में कर दिया। ബാബേൽ ഇസ്രായേൽ മക്കളെയും ആക്രമിച്ചു. बाबिलोन ने भी एक बार इजराइल पर हमला किया। ഓർക്കുക, അങ്ങനെ ലോകത്തിലെ ഒരു വലിയ ശക്തിയായി ഏകാധിപതി എന്ന രീതിയിൽ അവർ ലോകത്തെ മുഴുവൻ ഭരിച്ചിരുന്ന കാലഘട്ടം. ऐसा एक समय आया कि पूरे पृथ्वी पर उन्होंने अलग अलग राज्य में, अलग अलग देशों में जाकर बड़े से बड़े राज्य को उन्होंने खात्मा किया। ഇസ്രായേൽ മക്കളെ ആക്രമിച്ച് യെരൂശലേം നഗരം നശിപ്പിക്കുന്നു, യെരൂശലേം ദേവാലയം നശിപ്പിച്ചു. हम सब जानते हैं इजराइल पर हमला करने के बाद यरूशलेम की जो मंदिर था उसे उन्होंने ध्वस्त कर दिया था। ബാബേലിന്റെ വളർച്ചയും ഇസ്രായേലിന്റെ തകർച്ചയും എല്ലാം കണ്ട് ലോകർ വിചാരിച്ചു ഇതൊരു മടങ്ങി വരവുണ്ടാകുകയില്ല ഇസ്രായേലിന്. पूरी दुनिया सोची कि बाबिलोन की प्रगति और इजराइल की दुर्गति देखकर वे समझे कि अब इससे वापस आना तो असंभव है। ശ്രദ്ധിക്കുക, ആമേ, ദേവാലയം നഷ്ടപ്പെട്ടു, ആരാധനാലയം അടഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു, യെരൂശലേം ശൂന്യമായി, ഇസ്രായേലിന്റെ ചരിത്രം അവസാനിച്ചു എന്ന് പലരും വിചാരിച്ചു. इजराइल में हमला होता है, यरूशलेम में मंदिर ध्वस्त होता है, कई लोग मारे जाते हैं, सब देखकर सबने सोचा कि अभी इजराइल की कहानी खत्म है। ശ്രദ്ധിക്കുക, എന്നാൽ ചരിത്രം അറിയാവുന്നവർക്കറിയാം, വേദപുസ്തക ചരിത്രം ഒരു വലിയ മടങ്ങി വരവോടെ ഇസ്രായേൽ യെരൂശലേമിലേക്ക് മടങ്ങി വരികയായിരുന്നു. हम सब जानते हैं कि आगे हम पढ़ते हैं, आगे चलकर इजराइल वापस एक राज्य के तौर पे, एक राष्ट्र के तौर पर खड़ा होता है। इस परमेश्वर के बारे में परमेश्वर लिखता है। എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. अभी हम इजरा की किताब उसका पहला अध्याय, उसके पहले और दूसरे वचन को हम पढ़ना चाहेंगे। യിരെമ്യാവ് മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തത് എന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. ഇസ്രായേലിലെ യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. इजरा की किताब उसका पहला अध्याय, उसका पहले और दूसरे वचन में इस प्रकार लिखा है, फारस के राजा खुसरू के पहले वर्ष में यहोवा ने फारस के राजा खुसरू का मन उभारा कि यहोवा का जो वचन यिर्मयाह के मुंह से निकला वो पूरा हो जाए, इसलिए उसने अपने समस्त राज्य में ये प्रचार करवाया और लिखवा भी दिया। फारस का राजा खुसरू यो कहता है, स्वर्ग के परमेश्वर यहोवा ने पृथ्वी भर का राज्य मुझे दिया है और उसने मुझे आज्ञा दी है कि यहूदा के यरूशलेम में मेरा एक भवन बनवाए। ആമേൻ. അപ്പോൾ തകർന്നു കിടന്ന യെരൂശലേം ദേവാലയം ഇസ്രായേലിനും ഒരു പുനരുജ്ജീവനം, ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മനുഷ്യനായിരുന്നു കോരശ്. हम सब जानते हैं, ये पढ़ने के बाद हम समझ सकते हैं इजराइल में जो दुर्गति होने के बाद इजराइल को वापस खड़े करने के लिए, यरूशलेम में एक मंदिर बनवाने के लिए परमेश्वर ने एक व्यक्ति को चुना, उसका नाम है खुसरू। കോരശിന്റെ ചരിത്രം ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് വേദപുസ്തകം മനസ്സിലാക്കാൻ കഴിയുന്നത്. एक खुसरू के बारे में हम पढ़ते हैं तो इसको पढ़ने के बाद बड़ा ही आश्चर्य होता है। യഹൂദരല്ലാതിരുന്ന അല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കാതിരുന്ന മനുഷ്യനായിരുന്ന കോരശിനെ ദൈവാലയത്തിന് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ ദൈവജനത്തിന് അനുകൂലമായ നിയമം ഉണ്ടാക്കുവാൻ, ജനത്തിന് സ്വാതന്ത്ര്യമൊരുക്കുവാൻ ദൈവം വഴിയൊരുക്കിയത്, ദൈവത്തിന്റെ പദ്ധതി ഓർത്തുന്ന രാവിലെ കർത്താവ് പറയാം, ദൈവമേ, ചരിത്രത്തെ മാറ്റിമറിക്കുന്ന കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഒരു മടങ്ങി വരവില്ലെന്ന് ലോകർ മുഴുവൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, മടങ്ങി വരുവാന്റെ കൊണ്ട് ദൈവം വഴിയൊരുക്കിയിട്ട് നാം വായിക്കുന്നു, കോരശിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ മടങ്ങി വരവിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ വഴിയൊരുക്കുകയായിരുന്നു. ये पढ़ने के बाद आश्चर्य होता कि एक जो गैर यहूदी इंसान, जो उसने कभी व्यवस्था किताबों को, जिसने कभी महसूस नहीं किया, व्यवस्था किताबों को कभी पढ़ा नहीं, उस व्यक्ति को कैसे एक इजराइल के वापसी के लिए, इजराइल के मंदिर को बनवाने के लिए उसमें कैसे सामर्थ्य है, उसमें कैसा अधिकार है, ये सब सोचने के प्रियो हम जब सोचते हैं तो प्रियो में परमेश्वर का धन्यवाद करना है। परमेश्वर का जो उपाय है, परमेश्वर का जो कार्य है, जो परमेश्वर चाहता है, वो कार्य परमेश्वर अपने लोगों के द्वारा ही नहीं, जो संसार में जो दूसरे लोग हैं उनके द्वारा भी परमेश्वर कार्य करने में
सक्षम है। വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ രാവിലെ സന്ദേശം ശ്രമിക്കാം. भले ही प्रार्थना के साथ इस वचन को ध्यान से सुने। നമുക്കറിയാം ബാബേൽ, ഞാൻ പറഞ്ഞതുപോലെ ബാബേൽ രാജ്യം മുഴുവൻ ലോകത്തെ ഭരിപ്പാൻ പ്രാപ്തരായി. ആമേൻ. ബാബേൽ ഒരു അവസാനം ഉണ്ടാകുകയില്ല എന്ന് പലരും വിചാരിച്ചു. ഇസ്രായേലിന് മടങ്ങി വരവ് ഉണ്ടാകില്ല എന്നും ലോകം കരുതിയപ്പോൾ ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തം പൂർത്തിയാകും. ദൈവത്തിന്റെ ഭക്തന്മാരെ ആമേൻ ദൈവം കോരശിനെ അഭിഷേകം ചെയ്ത് നിയുക്തനാക്കി. ആമേൻ കോരശിന്റെ വരവും ഇസ്രായേലിന്റെ പുതിയ ഉണർവുമാണ് എസ്രയും നെഹമ്യാവെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. बाबिलोन की प्रगति देखकर कई लोगों ने सोचा था कि अब बाबिलोन तो कभी खत्म नहीं होगा, और इजराइल की दुर्गति देखने के बाद वे सोच रहे थे कि अब इजराइल कभी वापस नहीं आएगा। ये सब सोचने के बाद अभी हम यहाँ पढ़ते हैं परमेश्वर ने कुसरू को अभिषेक किया कि इजराइल को वापस खड़ा करे, इजराइल में यरूशलेम का मंदिर बनवाए। ये हम सब जानते हैं। आगे चलकर इसका पूरे इतिहास के बारे में एज्रा और नेहम्याह लिखता है। അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന ആമേൻ ദൈവം അവർക്ക് താമസിപ്പാനെ കൊടുത്ത കനാൻ ദേശവും ഇസ്രായേലിന്റെ ഭൂമിയും, അതുപോലെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലും യെരൂശലേം ദേവാലയവും യെരൂശലേമുമെല്ലാം ദൈവത്തിന്റെ സ്വന്തം പട്ടണം, ദൈവത്തിന്റെ നഗരമായ ഇസ്രായേലിന് മേൽ ബാബേൽ ദീർഘവർഷങ്ങൾ അധികാരം ചെലുത്തിയപ്പോൾ അവസാനം ഒരുക്കിയിട്ട് ഒരു മടങ്ങി വരവരുടെ ദൈവം കോരശിലൂടെ ചരിത്രത്തിൽ ആമേൻ അതേ ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. कनान देश में इजराइल का जो रहना, इजराइल लोगों का रहने का स्थान जो परमेश्वर ने नियुक्त किया था, एक मंदिर नियुक्त किया था, ये सब होने के बावजूद जब बाबिलोन ने इन पर हमला किया, यरूशलेम का मंदिर जब गिराया गया, उसके बाद एक वापसी के लिए परमेश्वर ने कुसरू को अभिषेक किया कि वापस इजराइल को खड़ा करे। യിരെമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, യിരെമ്യാവ് 25-ന്റെ 11-12 വായിക്കുന്നു. പ്രത്യേകിച്ച് 12-ാം വാക്യത്തിൽ ബാബേൽ ശൂന്യമായി തീരുമെന്ന് യിരെമ്യാവ് പ്രവചിക്കുന്നു. അതെ, യിരെമ്യാവിന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. हम पढ़ते हैं यिर्मयाह उसका 25वां अध्याय उसके 12वें वचन में इस प्रकार लिखा है। यिर्मयाह उसका 25वां अध्याय उसके 12वें वचन में लिखा है, जब 70 वर्ष बीत चुके तब मैं बाबिलोन के राजा और उस जाति के लोगों और कसदियों के देशों के सब निवासियों को अधर्म का दंड दूंगा, यहोवा की ये वाणी है, और उस देश का सदा के लिए उजाड़ दूंगा। ये यिर्मयाह भविष्यवाणी करता है। സദാക്കലി എന്നേക്കുമായി ശൂന്യമാക്കുന്ന ഒരു ദൈവം യിരെമ്യാവിലൂടെ സന്ദേശം ആമെ അരുളി ചെയ്തു. അത് നിവൃത്തിയാകുവാൻ വേണ്ടി ദൈവം എന്നേൽപ്പിച്ച അഭിഷിക്തനായിരുന്നു കോരസ് എന്ന രാജാവ്. हम जानते हैं कुसरू नामक राजा को परमेश्वर ने अभिषेक किया कि बाबिलोन का खात्मा कर इजराइल को वापस खड़ा करे। यहाँ पे इस प्रकार लिखा है। ആമെ ശ്രദ്ധിക്കുക. ആമേൻ. ഈ കോരസിന്റെ ജനനത്തിന് ഏകദേശം 150 വർഷം മുമ്പേ തന്നെ, കോരസിന്റെ ജനനത്തിന് 150 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിക്കുന്നു. 45-ാം അധ്യായത്തിൽ വായിക്കുന്നു, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനെയും കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാർ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 45 കൈ. और हम जानते हैं कि एक कुसरू के बारे में जब हम पढ़ते हैं, इसे 150 साल पहले ही यशायाह भविष्यवक्ता ने कुसरू के बारे में इस प्रकार ये भविष्यवाणी की कि यहोवा अपने अभिषिक्त कुसरू के विषय यो कहता है, मैंने उसके दाहिने हाथ को इसलिए थाम लिया है कि उसके सामने जातियों को दबा दूं और राजाओं की कमर ढीली करूं, उसके सामने फाटकों को ऐसा खोल दूं कि वे फाटक बंद ना किए जाएं। ഓർക്കുക, ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. यहाँ पे इस प्रकार लिखा है कि मैंने उसके दाहिने हाथ को थाम लिया है। ബാബിലോണിനെ ആക്രമിച്ച് കീഴടക്കി ബാബേൽ രാജാക്കന്മാരെ സംഹരിച്ച് ഒരു പുതിയ പാർസി രാജ്യം സ്ഥാപിച്ച് അതിനുശേഷം ഇസ്രായേൽ മക്കളുടെ സ്വാതന്ത്ര്യം ദൈവം മുന്നമേ ഒരുക്കിയ പദ്ധതിയായിരുന്നു. हम सब जानते हैं कि इस आगे चलकर बाबिलोन के राजा का खात्मा होना, बाबिलोन का विनाश होना और एक फारसी एक देश बनना जो कि इजराइल आगे चलकर उससे आजादी पाता है। ദൈവത്തിന്റെ പദ്ധതികൾ ചരിത്രത്തിൽ നടന്ന് അത് പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ 2026-ലും നാം ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിലും ആമേൻ അത് തന്നെ ആവർത്തിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ലല്ലോ. ഇന്നലകൾ ദൈവത്തെ വചനം പൂർത്തിയായെങ്കിൽ നിശ്ചയമായും കർത്താവിന്റെ സഭ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കും. अगर प्रियो उन दिनों में परमेश्वर के द्वारा कही गई बातें अगर सच होती थी तो आज 2026 में भी जो परमेश्वर ने हमसे वादा किया है वो परमेश्वर पूरा करेगा। ദൈവസഭയ്ക്ക് വിരോധമായി നിയമം എഴുതിയ സകല ബാബിലോണിനെയും
അതേ തകർത്ത് അവയുടെ മേൽ അധികാരം അതേ അതേ അവരെ നിർമൂലമാക്കിയിട്ട് ദൈവജനത്തിന് ഉണർവ് പകരുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ഇന്നും ആ വചനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. രാവിലെ നമ്മുടെ മനസ്സുറച്ചിരിക്കട്ടെ. കോരശിനെ ഉണർത്തിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിശ്ചയമായി ഒരു മടങ്ങി വരവ്, യെരൂശലേമിൽ ആരാധന പുനഃസ്ഥാപിക്കപ്പെടും. യെരൂശലേം മതിൽ വീണ്ടും പണിയപ്പെടും. ആരാധനാലയം പണിയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ആമേൻ ആമേൻ ബാബേൽ രാജാവിന്റെ തകർച്ചയും കോരശിന്റെ എഴുന്നേൽപ്പും ദൈവത്തിന്റെ പദ്ധതിയിൽ അത് നടക്കുക തന്നെ ചെയ്യും. चाहे कोई भी बाबिलोन का राजा आकर कोई भी आज्ञा बनाए, चाहे कोई भी वो नियम बनाए कि इस नियम को पालन करना है, आगे चलकर उस बाबिलोन के राजा का खात्मा होगा. जो परमेश्वर की हम सेवा करते वो परमेश्वर कुसरू का परमेश्वर है. वो परमेश्वर जिसने कुसरू को अभिषेक किया वो परमेश्वर की हम सेवा करते हैं. चाहे जो भी नियम बने, चाहे जितना भी भवन को ध्वस्त किया जाए, आगे चलकर एक कुसरू खड़ा होकर उस भवन का निर्माण करेगा. हम उस परमेश्वर को आराधना करते हैं. അടുത്ത വാക്യം വായിക്കുന്നു. 2-ാം വാക്യത്തിൽ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ എന്ന് അരുളി ചെയ്യുന്നു. 45-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. दूसरे आयत इस प्रकार लिखा है, यशायाह उसका 45 का दूसरे आयत में लिखा है, मैं तेरे आगे आगे चलूंगा और ऊंची ऊंची भूमि को चौरस करूंगा. मैं पीतल के किवाड़ों को तोड़ डालूंगा और लोहे के बेड़ों को टुकड़े टुकड़े कर दूंगा. मैं तुझको अंधकार में छिपा हुआ गुप्त स्थानों में गड़ा हुआ धन दूंगा, जिसे तू जाने कि मैं इस्राएल का परमेश्वर यहोवा हूँ, जो तुझे नाम लेकर बुलाता है. ബാബേൽ സാമ്രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ്, ഇസ്രായേലിന്റെ നഗരം തകരപ്പെടുന്നതിന് മുമ്പേ കർത്താവ് എഴുതി വെച്ച പ്രമാണം കണ്ടോ. ആമേൻ. ഒരു ദിവസം വരും, അന്ന് കോരശിന്റെ ജനനം, കോരശിന്റെ അഭിഷേകം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളെ മടക്കിക്കൊണ്ടുവരാൻ തക്കോണം ബാബിലോൺ രാജ്യത്തിന്റെ അവസാനം. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ. ദൈവം ആദ്യമേ സംസാരിച്ച ദൈവത്തിന്റെ അരുളപ്പാട് നിവർത്തീകരിക്കപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ. ഓർക്ക ദൈവദാസന്മാർ, ദൈവത്തിന്റെ ഭക്തരെ, നമ്മുടെ മനസ്സുറച്ചിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ചരിത്രത്തിന്റെ ഗതിവിധികളെ മാറ്റകർത്താവായതുകൊണ്ട് നിശ്ചയമായും കർത്താവിന് വചനമുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. യെസ്. ആരെല്ലാം വിരോധമായി നിന്നാലും, ആരെല്ലാം വിരോധങ്ങൾ എഴുതിയാലും, ബാബേലിനെ തകർത്ത് പാർസി രാജ്യത്തെ കൊണ്ടുവന്ന് കോരശിന്റെ ജനനം, കോരശിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ കർത്താവ് ചരിത്രത്തെ ആവർത്തിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാവിലെ നാം ഓർക്കട്ടെ. മനസ്സുറച്ചിരിക്കട്ടെ. ഇന്ന് രാവിലെ बाबिलोन का इजराइल पर हमला करने से भी पहले ये बात को परमेश्वर ने यशायाह के द्वारा लिखवा दिया था, भविष्यवाणी की थी कि आगे चलकर इजराइल पर बाबिलोन हमला करेगा, बाबिलोन की प्रगति होगी, इजराइल की दुर्गति होगी, उसके बाद कुसरू खड़ा होगा, इजराइल वापस आएगा, यरूशलेम का मंदिर वापस बनेगा, बाबिलोन का खात्मा होगा. आगे चलकर इजराइल में फारसी राज्य आने के बाद इजराइल उस गुलामी से बाहर निकलेगा. ये परमेश्वर ने पहले से ही इस बात की भविष्यवाणी की थी. तो आज 2026 में परमेश्वर कहता है कि मैं उस पत्थर पर अपनी कलीसिया बनाऊंगा. चाहे जो भी नियम आए, चाहे जो भी चीजें आए, वो परमेश्वर हमारे संग है. നമ്മുടെ മനസ്സ് പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ ഞെട്ടാറുണ്ട്, കലങ്ങിപ്പോകാറുണ്ട്. കർത്താവ് എന്തുകൊണ്ട് വീണ്ടും ഇതെല്ലാം സംഭവിക്കുന്നു? എന്തുകൊണ്ട് സഭയ്ക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഓരോ ദിവസവും പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നു? എന്നാൽ ഈ ബാബേലിന്റെ വളർച്ചയും ഇവിടുത്തെ രാജാക്കന്മാരുടെ ശക്തിയും കണ്ടുകൊണ്ട് മനസ്സ് കലങ്ങേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ വചനം നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രതീക്ഷയില്ലാതെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഞാനൊരു കുസ്തുവിനെ, ഒരു കോരശിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. നിശ്ചയമായും കോരശിന്റെ ഉദയവും കോരശിന്റെ അഭിഷേകം ദൈവജനത്തിന് അനുകൂലമായി കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു. ഓർത്തിരിക്കട്ടെ. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? നിശ്ചയമായും നാം ആ പ്രവൃത്തി നാം നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുക ചെയ്യും. अखबार में समाचार पढ़ते समय और उसे सुनने में हमेशा हमारा मन
व्याकुल होता है कि हे प्रभु ये बात फिर से आ रही है, ये चीजें वापस हो रही हैं, अब आगे चलकर क्या होगा, इस बात को हम कई बार अपने मन में बैठाते हैं और व्याकुल हो जाते हैं। ये परमेश्वर हमसे कहना चाहता है कि चाहे जितने भी परिस्थितियां हैं, वो कुसरू को खड़ा करने वाला परमेश्वर हमारे संग है। ये बातें बीत जाएंगी, ये चीजें हट जाएंगी, वो परमेश्वर हमारे संग है। ഹല്ലേലൂയ. आमेन। ആമേൻ. ദൈവം ചരിത്രത്തിലെ കാര്യങ്ങൾ ചെയ്തു എന്തുകൊണ്ട് നമുക്ക് വേണ്ടി അത് ചെയ്യുകയില്ല? पहले इतिहास में परमेश्वर हमारे संग रहा, तो आज हमारे साथ परमेश्वर क्यों ना रहेगा? നിശ്ചയമായും നാം അത് കാണും. हम जरूर इस बात को देखेंगे। ദൈവസഭയ്ക്ക് ഒരു നിശ്ചയമായ ഒരു മടങ്ങി വരവുണ്ടാകും. परमेश्वर कलीसिया के वापस जल्द खड़ा करेगा। എവിടെയെല്ലാം ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നുവോ, സഭകൾ അടഞ്ഞു കിടക്കുന്നു, അവിടെയെല്ലാം വലിയ ഉണർവുണ്ടാകും. चाहे जितने भवन बंद हो, वहाँ वापसी होगी, वहाँ वापस खड़े होंगे। വലിയൊരു ആത്മീക മാറ്റം ഇന്ന് രാവിലെ നമ്മുടെ ആത്മീയ കണ്ണുകൾ കാണട്ടെ. बहुत बड़ी एक बेदारी हमारी आंखें देखने पाए। ഹല്ലേലൂയ. आमेन। ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു ദേവാസൻ പറഞ്ഞ വിഷയം, ആമേൻ, ഏകദേശം 90% സഭകൾ ഗ്രാമങ്ങൾ യുപിയുടെ പല സ്ഥലങ്ങളിലും അടഞ്ഞു കിടക്കുന്നു. एक पासबानों की सभा में जब हम बैठे थे, तो एक पासबान ने खड़े होकर अपने शहर के बारे में जब बता रहे थे, तो इस प्रकार कह रहे थे कि 90% उनके वहां पे जितने भी कलीसियाएं थी, वे सब कलीसियाएं आज बंद हैं। ശ്രദ്ധിക്കുക. ആമേൻ. എന്നും എക്കാലത്തേക്കും ദൈവസഭയെ അടച്ച് ഇടുവാൻ ആർക്കും അധികാരം ദൈവം കൊടുത്തിട്ടില്ല. हमेशा के लिए, सदा के लिए किसी भवन को, परमेश्वर की कलीसिया को बंद करने का किसी में अधिकार नहीं। നാം മടങ്ങി വരും. हम वापस जरूर आएंगे। ആമേൻ. നിശ്ചയമായും അടഞ്ഞവ തുറക്കപ്പെടും. चाहे जितने बंद करे, वे सब बंद द्वार खुल जाएंगे, പുതിയ വാതിലുകൾ തുറക്കപ്പെടും. नए द्वार खोले जाएंगे। ബാബിലോണിന്റെ ശക്തിക്ക് അവസാനമുണ്ടാകും. बाबिलोन की सामर्थ्य का खात्मा होगा। ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കോരശന്മാർ എഴുന്നേൽക്കും. परमेश्वर के राज्य में बढ़ोतरी के लिए कई सारे कुसरू खड़े होंगे। തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ അവിടെ വെച്ച് ദൈവത്തിന്റെ വലിയ ആരംഭങ്ങൾ ഉണ്ടാകും. सब खत्म हो गया, सब बर्बाद हो गया, ये सोचने के बाद हम ये बात सोचते हैं प्रियो, वही से ही एक अच्छी प्रगति शुरू होती है। ആലയം പുനഃസ്ഥാപിക്കപ്പെടും. भवन वापस निर्माण होगा, മതിലുകൾ വീണ്ടും പണിയപ്പെടും. दीवारें वापस खड़ी होंगी। രാവിലെ ആത്മാവിൽ പറഞ്ഞു തുടങ്ങാം, ആമേ, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. जो विश्वास के द्वारा कहें कि प्रभु का कार्य शुरू हो चुका है। ആമേ, ആത്മാവിൽ പറയാമോ, കോരശ് യാത്ര ചെയ്ത് ആരംഭിച്ചു. प्रियो विश्वास से कहें कि कुसरू ने अपनी यात्रा शुरू कर दी है। ആമേൻ. അത് വെളിപ്പെടുവാൻ പോകുന്നു. वो बातें दिखने वाली है। ഒരു മടങ്ങി വരവിന്റെ ദിനങ്ങൾ അതിവിദൂരമല്ല. वापसी का जो शुरुआत है बहुत दूर नहीं है। ബാബിലോണിന്റെ ശക്തിക്ക് അവസാനം ആമേൻ ഉണ്ടാകുവാൻ പോകുന്നു. बाबिलोन का खात्मा बहुत जल्द होने वाला ആമേൻ. है। ദൈവസഭയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ എഴുന്നേൽക്കാൻ പോകുന്നു. कलीसिया के समर्थन में खड़े रहने वाले लोग बहुत जल्द हमारे क्षेत्र में खड़े होंगे। അതിവേഗത്തിൽ സംഭവിക്കും. രാവിലെ നാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. അത് വേഗത്തിൽ അത് സംഭവിക്കും. बहुत जल्द होने वाला है। ये बात को अपने क्षेत्र में खड़े होकर कहे, वो परमेश्वर हमारे संग है। നമ്മൾ നേരത്തെ വായിച്ചതുപോലെ പല ദൈവിക എല്ലാ ദൈവിക അരുളപ്പാടുകൾ നിവൃത്തിയാകും. हम जिस प्रकार पढ़ रहे थे, परमेश्वर हर बात को पूरा करने वाला परमेश्वर എസ്ര है। 1:1 നമ്മൾ വായിച്ചത് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനങ്ങൾ നിവൃത്തിയാകേണ്ടതിന് കോരശിനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ ആമേൻ, ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ സകല അരുളപ്പാടുകളും നിവൃത്തിയാകത്തക്കവണ്ണം ദൈവം ചരിത്രത്തിന്റെ അത് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. രാവിലെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. യെസ്, ആമേൻ, നമ്മുടെ ദൈവം ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ദൈവമാണ്. किताब में हम पढ़ते हैं कि यिर्मयाह ने जो भविष्यवाणी की थी, वो बात को इज़रा की किताब में पूरा लिखा है कि वो बात पूरी हुई। जिस प्रकार इतिहास हम पढ़ते हैं, जो भविष्यवाणी, जो वादा परमेश्वर ने किया, अगर उस समय परमेश्वर पूरा कर सकता था, तो आज वो परमेश्वर जो वादा किया है उसे पूरा करने में परमेश्वर सामर्थ्य है। പലപ്പോഴും പല ന്യൂസുകളും പല വളർച്ചകളും കേൾക്കുമ്പോൾ ശത്രു സൈന്യം അതിവേഗത്തിൽ വളരുകയാണോ, ശത്രുക്കൾ ദൈവസഭയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണോ, ദൈവസഭയുടെ ശക്തി കുറയുകയാണോ എന്നെല്ലാം ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. हम जब समाचार को पढ़ते हैं, अलग अलग बातों को सुनते हैं, तो हमें लगता है क्या ये सब बातें वापस आ रही हैं, क्या वे लोग बहुत ज्यादा बढ़ गए हैं, ये सब हम सोचते हैं। ബാബേൽ എത്ര വലിയതാണെങ്കിലും ഒരു നാൾ കോരശ് എഴുന്നേൽക്കും. लेकिन बाबिलोन चाहे तुम इतना भी सामर्थ्य क्यों ना हो, एक दिन कुसरू खड़ा होगा। യെരൂശലേമിനെ ആക്രമിച്ച നിമിത്തമാണ് ബാബേലിന്റെ അവസാനം ഉണ്ടായത്. जैसे यरूशलेम पर हमला करने के कारण ही बाबिलोन का खात्मा शुरू हुआ। ബാബേൽ എന്ന വലിയ സാമ്രാജ്യം അസ്തമിപ്പാൻ കാരണം യെരൂശലേമിനെ ആക്രമിച്ച നിമിത്തമായിരുന്നു. बाबिलोन का खात्मा के पीछे कारण क्या है कि उन्होंने यरूशलेम पर हमला किया था। അവരുടെ സാമ്രാജ്യം അവസാനിച്ച് പാർസി രാജ്യം എഴുന്നേൽക്കുവാൻ കാരണം യെരൂശലേമായിരുന്നു. उनका खात्मा होकर फारसी राज्य का वापस आना, ये पीछे कारण ये है कि उन्होंने यरूशलेम पर हमला किया था। അങ്ങനെയെങ്കിൽ കാരണമില്ലാതെ ദൈവസഭയെ ആക്രമിക്കുന്ന സാമ്രാജ്യങ്ങളെ ബാബിലോൺ ദൈവം തകർക്കുകയില്ലയോ?
क्या हम पर हमला करने वाले, चाहे इजराइल पर हमला करने वालों को क्या परमेश्वर खत्म नहीं करेगा? നിരാവിലെ ആത്മാവിൽ പറയാമോ? ആമേ, അത് സംഭവിക്കും വേഗത്തിൽ. आज विश्वास से कहें कि ये सब कार्य होने वाले हैं। കഷ്ടതയിലൂടെ കടന്നു ദേവദാസനെ നിരാവിലെ ആത്മാവിൽ സന്ദേശം ശ്രവിക്കുക. ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവസഭയെ അതിവേഗത്തിൽ വളർത്തുവാൻ. परेशानियों में गुजर रहे प्रभु के दास दासियों से मैं कहना चाहता हूँ, परमेश्वर हमारे संग है। इस सब बातों को हटाकर परमेश्वर हमें आगे बढ़ाएगा। നിശ്ചയമായും ശത്രു സൈന്യം പിന്തിരിഞ്ഞോടും. ആമേൻ. ദൈവസഭ ദേശത്തെ പിടിച്ചടക്കും. ये अवश्य है कि दुश्मन जो है वो भाग जाएंगे, उनका खात्मा होगा। वो परमेश्वर हमारे संग है। ദൈവസഭ നമ്മുടെ നാട്ടിൽ വളരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. हमारे क्षेत्र मंडल में एक परमेश्वर का राज्य आएगा, कलीसिया स्थापित होंगी, उसमें कोई शक करने की बात नहीं। രാവിലെ മനസ്സുറച്ചിരിക്കട്ടെ. നമുക്ക് ആവർത്തിച്ച് പറയാം, സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ഭാരതത്തെ പിടിച്ചടക്കാൻ പോകുന്നു. विश्वास के द्वारा बड़े ही सामर्थ्य के साथ कहें कि उस सुसमाचार की सामर्थ हमारे राज्य में, हमारे क्षेत्र में बढ़ेगी। ഈ സമാധാനത്തിന്റെ സന്ദേശം നമ്മുടെ ദേശം മുഴുവൻ അറിയും. ये शांति का समाचार हमारा पूरा प्रदेश जानने पाएगा। ആമേൻ. അത് വേഗത്തിൽ സംഭവിക്കും. बहुत जल्द होगा। രാവിലെ ആത്മാവിൽ പറയാമോ? കോറസ് അത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. प्रियो, विश्वास के द्वारा कहें कि कुसरू ने अपनी यात्रा शुरू कर दी അത് है। വേഗത്തിൽ സംഭവിക്കും. बहुत जल्द वो यात्रा परिपूर्ण होगी। നിരവധി എസ്രാമാരും നിരവധി നെഹമ്യാമാരും നമ്മുടെ ദേശങ്ങളിൽ എഴുന്നേൽക്കപ്പെടും. कई सारे इज़राइल नहम्याह हमारे राज्य में से उभरेंगे। ഹല്ലേലൂയ. धन्यवाद करें। ആമേൻ. 400 വർഷത്തെ ഇരുണ്ട കാലഘട്ട ചരിത്രം വായിക്കുമ്പോൾ ഇനിയൊരു ഉയർച്ചയില്ലെന്ന് വിചാരിച്ച സമയങ്ങൾ ആമേൻ നമുക്കറിയാം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. 400 वर्ष का एक अंधकार काल नामक एक काल था, जब कोई काल नहीं हो रहा था, कुछ चीजें नहीं हो रही थी, सब चीजें समाप्त हो गई। विश्वास करने वाले लोग थे। എന്നാൽ അവിടെ നിന്ന് മടങ്ങി വന്നെങ്കിൽ लेकिन अगर वहां से हम वापस आ सकते हैं तो രാവിലെ പറയാമോ? യേശുവിന്റെ മടങ്ങി വന്ന ദൈവസഭയ്ക്ക് ഉണ്ടാകും. परमेश्वर को कहें, परमेश्वर से विश्वास के द्वारा कहें कि हमारी एक वापसी बहुत जल्द आने वाली है। നാം ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും എല്ലാം സുവിശേഷം കൊണ്ട് നിറയും. इस राज्य में है, उत्तर प्रदेश में है, महाराष्ट्र में है, हमारा राज्य परमेश्वर को जानने पाएगा। എല്ലാ മതിലുകളും പണിയപ്പെടും. सभी दीवारें बनाई जाएंगी। എല്ലാ ആരാധനാലയത്തിന്റെ സകല കോണുകളും പണിയപ്പെടും. सभी भवन के सभी कोने बनवाए जाएंगे। അതിവേഗത്തിൽ ആമേൻ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. बहुत जल्द हमें स्वतंत्रता मिलेगी। നാം സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കും. स्वतंत्रता के साथ परमेश्वर की आराधना करेंगे। കർത്താവ് സ്വതന്ത്രത പറയാൻ കർത്താവേ യേശു സംഭവിക്കും വേഗത്തിൽ. धन्यवाद करें प्रभु, ये सब होने वाला है प्रभु। വിശ്വാസം പ്രഖ്യാപിക്കാമോ? അത് സംഭവിക്കാൻ പോകുന്നു. विश्वास के द्वारा घोषणा करें कि ये सब कार्य होने वाले हैं। യെസ് പറയുവാൻ അത് നടത്തുവാൻ അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ സഭയാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ചായിരിക്കുന്നത്. घोषणा करने का कार्य परमेश्वर ने हमें दिया है, हम करें प्रियो। എല്ലാ അവിശ്വാസങ്ങളും മാറിപ്പോകട്ടെ ഇന്ന് രാവിലെ. विश्वास की बातें हटने पाए। ആമേൻ. നിശ്ചയമായും തുറന്നു പറയാം, അത് സംഭവിക്കാൻ പോകുന്നു. घोषणा करे कि ये चीजें होने वाली है। നമ്മുടെ സംസ്ഥാനങ്ങളിൽ സംഭവിക്കും. हमारे राज्य में, हमारे प्रदेश में होने वाली है। അത് സംഭവിക്കുക തന്നെ ചെയ്യും. होगा ही होगा। അത് വേഗത്തിൽ സുവിശേഷം വ്യാപിക്കും. जल्द होगा। ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിവേഗത്തിൽ നമ്മുടെ നാട്ടിലെ സകല ഗ്രാമങ്ങളും ദൈവത്തെ അറിയും. पहली शताब्दी में जिस प्रकार हुआ वे आज हमारे राज्य में, हमारे प्रदेश में भी होगा। ആമേൻ. വലങ്കൈ പിടിച്ച് നടന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. दाहिने हाथ पकड़कर थामने वाला परमेश्वर हमारे संग है। സകല ദുർഘടങ്ങളും നിരപ്പാക്കപ്പെടും. सभी दुर्गति को प्रगति में बदलने वाला परमेश्वर। ഇരുമ്പോടാമ്പലുകൾ തകരപ്പെടും. लोहे की बेड़ियां टूटेंगी। അതിവേഗം ദൈവസഭ മുമ്പോട്ട് യാത്ര ചെയ്യും. बहुत जल्द परमेश्वर की कलीसिया आगे बढ़ेगी। ദൈവം അഭിഷേകം ചെയ്ത കുസ്രു, അതെ കോരസ്. परमेश्वर ने कुसरू को अभिषेक किया। हाँ, वो कुसरू। ഈ അഭിഷേകം ചെയ്തവനെ തടയുവാൻ ബാബിലോണിലെ ശക്തിക്ക് അധികാരമില്ല. इस अभिषेक से आए हुए जो कुसरू है उसको रोकने के लिए बाबिलोन में सामर्थ नहीं। ഹല്ലേലൂയ. आमेन। ആമേൻ. ഒരു ഫിസിക്കൽ ബാബിലോണിനെ കോരസ് അവസാനിപ്പിച്ചെങ്കിൽ നമുക്കറിയാം ആമേൻ നാം ഒരു യുദ്ധകളത്തിലാണ് ആയിരിക്കുന്നത്. प्रियो, अगर एक शारीरिक दुनिया में अगर हम सोचे, अगर कुसरू अगर बाबिलोन को खात्मा कर सकता है तो प्रियो ആമേൻ നാം ഒരു ആത്മീക ബാബിലോണിന് വിരോധമായി യുദ്ധം ചെയ്യുന്നവരാ. तो हम एक आत्मिक बाबिलोन के खिलाफ युद्ध करने वाले लोग हैं। ആമേൻ. നിശ്ചയമായും ദൈവം നമുക്കാണ് വിജയം തന്നിരിക്കുന്നത്. परमेश्वर ने हमें विजय दे दी है। ആമേൻ. ഈ ബാബിലോണിലെ ശക്തികളെ നാം പിടിച്ചടക്കും. इस बाबिलोन का खात्मा हम करेंगे। നിശ്ചയമായും നമ്മിലൂടെ അത് സംഭവിക്കും. हमारे द्वारा ही वह कार्य पूरा होगा। അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, അഭിഷേകം ആമേൻ ഉപയോഗിക്കാനുള്ളതാണ്. अभिषेक जो है प्रियो, उसे उपयोग करना है। പലപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ അഭിഷേകം ചെയ്യണം, പുതിയ അഭിഷേകം നിറയ്ക്കണം, എനിക്ക് ആത്മാവിന് നിറവുണ്ടാകണം. ആമേൻ. ഈ അഭിഷേകം പ്രാപിച്ചത് വെറുതെ ഇരിക്കുവാനല്ല, പിന്നെയോ അധികാരത്തോടെ ഭരിപ്പാനുള്ള
യെസ്, പവറാണ് അഭിഷേകം എന്നുള്ളത്. प्रिय, हम परमेश्वर से कहते हैं प्रभु अभिषेक हमें दे, तो हमें अभिषेक से भर दे। इस बात को जब हम कहते हैं अभिषेक पाने के बाद हम शांत रहते हैं, लेकिन वो परमेश्वर अभिषेक करने के बाद हमसे बात करने वाला परमेश्वर, वो परमेश्वर चाहता है कि हम अभिषेक में बात करें। പല വിഷയങ്ങളിൽ അധികാരം ചെലുത്തുവാൻ, പലതിനെയും അവസാനിപ്പിക്കുവാൻ, പലതിനെയും ജനിപ്പിക്കുവാനുള്ള അധികാരമാണ് അഭിഷേകം എന്നുള്ളത്. कितने लोगों को जन्म करने का, कितने लोगों को खत्म करने का अभिषेक परमेश्वर ने दिया है। രാവിലെ എത്ര പേർ ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചവർ ഒരുമിച്ച് പറയുവാൻ ആഗ്രഹമുണ്ട്. പലതിനെയും അവസാനിപ്പിക്കുവാനും പലതിനെയും ജനിപ്പിക്കുവാനുമുള്ള അധികാരം പ്രാപിച്ചവരാണ് ഞാൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ. कितने लोग कह सकते हैं कि वो परमेश्वर ने मुझे ऐसा अभिषेक दिया है जिस अभिषेक के द्वारा मैं चीजों को खत्म कर सकता हूँ, जो बातें खत्म होनी है उन चीजों का खात्मा मैं कर सकता हूँ। कितने लोग विश्वास कर सकते हैं? ബലഹീനം എന്ന് പറഞ്ഞ് മാറിയിരിപ്പാൻ പിന്നെയോ എന്നെ കൊണ്ടേ അത് കഴിയുന്ന ആത്മാവിൽ പറവാൻ രാവിലെ തയ്യാറാകട്ടെ. बलहीन हूँ मैं, मेरे से नहीं होगा ये ना कहकर मैं मेरे से ही होगा ये कहने वाले कितने लोग हैं? ഹല്ലേലൂയ. आमीन। സുവിശേഷം അതിവേഗത്തിൽ നമ്മുടെ നാട്ടിനെ പിടിച്ചടക്കും. बहुत जल्द उस समाचार हमारे राज्य में आ रहा है। കഴിഞ്ഞ ദിവസം ഒരു വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ച് പഠിച്ചപ്പോൾ എന്റെ ഉള്ളിൽ വലിയൊരു ആത്മിക സന്ദേശം നൽകിയ ചിന്ത പറഞ്ഞ് വേഗം അവസാനിപ്പിക്കട്ടെ. मैं बीते दिनों में कुछ बातों को विचार करते समय परमेश्वर ने दिया हुआ एक संदेश आपसे कहना चाहता हूँ। 13-ാം അധ്യായത്തിൽ ബുക്ക് ഓഫ് ആക്ട്സ് 13-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. प्रेरितों के काम उसका 13वां अध्याय उसके 4थे वचन में इस प्रकार लिखा हुआ है। എത്ര പേർ ആ വാക്യം ധ്യാനിച്ച് വായിച്ചിട്ടുണ്ട്? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. कितने लोगों ने उसे ध्यान से पढ़ा होगा? प्रेरितों के काम उसका 12वां अध्याय 13वां अध्याय उसके 4थे वचन को कितने लोगों ने ध्यान से पढ़ा ആ है? വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചിട്ട് ഞങ്ങളുടെ വാക്കിൽ വേഗം അവസാനിപ്പിക്കും. उस वचन को एक बार पढ़कर मैं बहुत जल्द अपने बातों को मैं समाप्त करूंगा। वहां इस प्रकार लिखा है, अतः वे पवित्र आत्मा के भेजे हुए सिलूकिया को गए और वहां से जहाज पर चढ़कर साइप्रस को चले। ബസ് ശ്രദ്ധിക്കുക, ഈ വാക്യം ഒരുപാട് പ്രാവശ്യങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ വാക്യം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവം നൽകിയൊരു വലിയ ചിന്ത. इस वचन को मैं कई बार पढ़ चुका हूँ, लेकिन बीते दिनों में जब मैं पढ़ रहा था तो परमेश्वर ने मुझे एक संदेश दिया। ആത്മാവ് അന്ത്യോക്യയിൽ നിന്ന് ആദ്യ സുവിശേഷ മിഷണറി ടീമിനെ ഭൂമിയെ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടി യാത്ര അയക്കുന്ന രംഗമാണ് 13-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ. ये 13वां अध्याय के शुरुआती वचन में अगर हम पढ़ते हैं तो अंताकिया की कलीसिया से निकला हुआ एक यात्रा है, एक मसीही जो 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 प्रचार यात्रा के लिए परमेश्वर शाऊल को इस्तेमाल कर रहा है। എത്ര പേര് രാവിലെ ശ്രദ്ധയോടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്? कितने लोग ध्यान से इस वचन को सुन रहे हैं? പ്രാർത്ഥനയോടെ കേട്ടാലും. ध्यान से सुने। റോമൻ അതേ ഭരണകൂടം മുഴുവൻ ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടം. ये जब काल था, ये ऐसा काल था कि रोमी राज्य का साम्राज्य था, पूरे पृथ्वी पर उन्होंने राज्य कर रहे थे। സുവിശേഷമായി പോകുന്ന വിശുദ്ധന്മാരുടെ യാത്രയെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച യഹൂദ മത നേതാക്കന്മാർ മറുഭാഗത്ത്, एक तरफ इस प्रचार यात्रा के खिलाफ खड़े हुए यहूदी मत के प्रधान लोग थे। എന്നാൽ 13-ാം അധ്യായത്തിൽ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും പുറത്തേക്ക് ഇറക്കുകയാണ്, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി യാത്രകൾ ചെയ്യണം. लेकिन ये 4थे आयत में इस प्रकार लिखा है, पवित्र आत्मा ने पौलुस और बरनबास को वहां से निकलकर आगे यात्रा करने के लिए प्रेरित करता है। നിരവധി കോണ്ടിനെന്റുകൾ, ഭൂഖണ്ഡങ്ങളെ പിടിച്ചടക്കുവാൻ അധികാരം കൊടുത്തിട്ടാണ് ദൈവം അയച്ചത്. कई सारे देश प्रदेश राज्य में जाकर उनको अधीन करने के लिए परमेश्वर ने भेजा है। അവർ അന്ത്യോക്യയിൽ യാത്ര തിരിച്ചു എന്ന് വായിക്കുന്നു. वहां इस प्रकार यहाँ लिखा है, अंताकिया से ये निकले, ऐसा यहाँ पे लिखा है। അവർ സെലൂക്യയോളം വന്നു. सिलूकिया को वे आ गए, ऐसा लिखा है। സെലൂക്കിയിൽ നിന്ന് അവർ മുമ്പോട്ട് സൈപ്രസിലേക്ക് പോകുന്നു, കുപ്രോസിലേക്ക് പോകുന്നു. सिलूकिया से लेकर वे आगे जहाज पर चढ़कर साइप्रस आते हैं। ആമേൻ. ഈ യാത്രയെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ആത്മാവിൽ പഠിച്ചാൽ കണ്ടോ, അവർ അന്ത്യോക്യയിൽ നിന്ന് സെലൂക്കിയയിലേക്ക് കരമാർഗം യാത്ര ചെയ്യുക. കരയിലൂടെ ഒന്നുകിൽ അവർ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ കാൽനടയായിട്ട് അവർ യാത്ര ചെയ്ത് അവർ അന്ത്യോക്യയിൽ നിന്ന് സെലൂക്യ വരെ വരികയാണ്. यहाँ पे हम पढ़ सकते हैं, अंताकिया से सिलूकिया वे चलकर और अलग अलग माध्यमों से वे आ रहे हैं सिलूकिया तक। 18 കിലോമീറ്റർ യാത്ര ചെയ്യുവാനുണ്ട് അന്ത്യോക്യയിൽ നിന്ന് ഈ സെലൂക്യ വരെ. अंताकिया से सिलूकिया की जो बीच की दूरी है वे 18 किलोमीटर की दूरी है। तय करने के बाद
അവർക്ക് അവിടെ വന്ന് കപ്പലിൽ ഇനി യാത്ര ചെയ്യണം കുപ്രോസിലേക്ക്. अभी सिलूकिया से इनको साइप्रस जाने के लिए जहाज का इस्तेमाल करना है। ഏകദേശം 100 മൈൽ യാത്രയുണ്ട് സെലൂക്കിയയിൽ നിന്ന് കുപ്രോസിലേക്ക്. करीबन 100 मील की यात्रा है ये सिलूकिया से साइप्रस की। ഈ വിശുദ്ധന്മാരുടെ യാത്രയെ നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ കരയിലൂടെ യാത്ര ചെയ്യുന്നു, കടലിലൂടെ യാത്ര ചെയ്യുന്നു, അവർ യാത്ര ചെയ്ത സ്ഥലങ്ങളെ നമ്മൾ പഠിച്ചാൽ अगर प्रियो ये पौलुस और बरनबास इनकी जो यात्रा के अगर हम माध्यम में देखें कि पहले चलकर जाते हैं फिर जहाज से चढ़ते हैं, अगर इन बातों को अगर हम ध्यान से देखें तो സുവിശേഷമായി പോയ വിശുദ്ധന്മാരതയും എത്ര എത്ര സുരക്ഷിതമാക്കി അവരെ യാത്ര ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. पवित्र आत्मा किस प्रकार इन्हें बड़े ही सुरक्षित तरीके से इनकी यात्रा में इनको मदद करता है। സെലൂക്കിയയിലേക്കുള്ള യാത്ര കരമാർഗമായിരുന്നു. सिलूकिया तक वे पैदल गए, സെലൂക്കിയയിൽ നിന്ന് കുപ്രോസിലേക്കുള്ള യാത്ര കടൽ മാർഗം. सिलूकिया से साइप्रस ये जहाज से गए। യാത്രയിൽ മുഴുവൻ ദൈവത്തിന്റെ സാന്നിധ്യം വായിക്കുന്നു. പരിശുദ്ധാത്മാവ് അയച്ചതാ വായിക്കുന്നത്. यहाँ इस प्रकार लिखा है पवित्र आत्मा ने उन्हें भेजा। പരിശുദ്ധാത്മാവ് യാത്രയച്ച വിശുദ്ധന്മാർ കരമാർഗം കടൽ മാർഗം സുവിശേഷമായി യാത്ര ചെയ്യുകയാണ്. पवित्र आत्मा के द्वारा भेजे हुए लोग पहले चलकर जाते हैं फिर जहाज से जाते हैं। ആമേൻ. നമുക്കറിയാം നിരവധി അതെ മിഷണറിമാർ ഇതുപോലെ യാത്ര ചെയ്താണ് സുവിശേഷം നമ്മുടെ വീടുകളിലും എത്തിയത്. कई सारी प्रचार यात्रा करने के बाद कई सारे लोगों ने ऐसी यात्रा करने के बाद आज हमारे घरों में ये वचन पहुंचा है। നാം എല്ലാം ഇത് രാവിലെ നമ്മുടെ വീടുകളിലിരുന്ന് ഇങ്ങനെ ഓൺലൈനിൽ സൂം വഴി സന്ദേശം കേൾക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. हम सब आज जूम के द्वारा गीतों गाते हैं, वचन को सुनते हैं, परमेश्वर की बातों को सुनते हैं। നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ വീട്ടിലേക്ക് സുവിശേഷം എത്തിയത് ഇതുപോലെ കരയിലൂടെയും കടലിലൂടെയും എല്ലാം യാത്ര ചെയ്തവരാണ് ഈ സുവിശേഷമായി നമ്മുടെ പക്കലെത്തിയത്. हम सब ये बातों को समझे कि हमारे घर के द्वार तक ये जो वचन कैसे आया, इसके पीछे हम देखें तो कोई एक व्यक्ति होगा जो चलकर जो जहाज पर यात्रा कर हमारे घर तक आया है। ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ യാത്ര ഇന്നത്തെ പോലെ ആമേൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എത്തുന്ന യാത്രയല്ലായിരുന്നു. ഓരോ യാത്രയും മാസങ്ങളോളം, 6 മാസം 7 മാസം എല്ലാം യാത്രകൾ, ചിലപ്പോൾ വർഷങ്ങളോളം കടലിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഒരു ഭാഗത്ത് മറുഭാഗത്തേക്ക് അവർ യാത്ര ചെയ്തിരുന്നത്. आज का काल नहीं, वो काल जब हम एक दिन में दूसरे जगह पहुंच सकते हैं, वैसा काल था कि जब वहां महीने और सालों लग जाते थे कि एक देश से दूसरे देश जाने में। യാത്ര ചെയ്യാൻ കരയാത്രയ്ക്കോ അതുപോലെ തന്നെ ഒരു വാഹനങ്ങളില്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്രകൾ കാൽനടയായി യാത്ര ചെയ്ത വിശുദ്ധന്മാരാണ് സുവിശേഷമായി നമ്മുടെ പക്കലെത്തിയത്. हमारे पास पियो जब ये सुसमाचार आता है, हमारे देश में जब आता है, जब पियो ये बात को समझे, वो ऐसा काल था जब कोई गाड़ी कोई वाहन नहीं था, वे चलकर कई मीलों की यात्रा कर इस बात का प्रचार करते थे। സെലൂക്കിയയിലേക്കുള്ള യാത്ര കരമാർഗമുള്ള യാത്ര അത് നമുക്കറിയാം. കരയിലൂടെയുള്ള യാത്ര ചെയ്ത് വരികയാണ് സെലൂക്കിയയിൽ വരെ. अंताकिया से सिलूकिया तक चलकर पैदल भ्रमण कर सिलूकिया तक आए। എന്നാൽ സെലൂക്കിയയിൽ നിന്ന് കുപ്രോസിലേക്കുള്ള യാത്ര കടലിലൂടെയുള്ള യാത്രയാ. सिलूकिया से साइप्रस ये जहाज से जाते हैं। നമുക്കറിയാം യാത്രയിൽ നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. इस यात्रा के मध्य में कई सारी परेशानियां और चिंता की बातें आती हैं। നമ്മൾ ചിന്തിക്കും കരയിലൂടെയുള്ള യാത്ര ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു മജബൂത്തായ പ്രതലമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാ. हम कई बार सोचते हैं कि जहाज जा रहे हैं तो ये सुरक्षित होगा, कोई चिंता करने की बात नहीं, हम एक मजबूत प्लेटफॉर्म पे खड़े, मजबूत चीज पे खड़े हैं। എന്നാൽ പെട്ടെന്ന് കടലിന്റെ അനുഭവങ്ങൾ ചെയ്ത് വരാറുണ്ട്. लेकिन कई बार आंधियां हमारे जीवन में आती हैं। പലപ്പോഴും ഓളങ്ങളും തിരമാലകളും എല്ലാം ആഞ്ഞടിക്കാറുണ്ട്. कई बार आंधी तूफान आती हैं। വായിക്കുന്നു, കാറ്റ് അവരെ പലയിടങ്ങളിൽ വായിക്കാറുണ്ട്, അവരെ ഒഴുക്കിക്കൊണ്ടുപോയെന്ന് വായിക്കുന്നുണ്ട്. कई बार हम पढ़ते हैं जहाज में जब बैठे थे आंधी आती है, वे कहीं उनको आंधी ले जाती है। സുവിശേഷ മാർഗത്തിൽ കരകളും കടലുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. कई बार हम समुद्र में यात्रा करते समय आंधी तूफान हमारे जीवन में आती है। ഈ സുവിശേഷന്റെ യാത്രയിൽ ഇതുപോലെയുള്ള പല കടലുകളും കരകളിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. कई बार हमें ये समुद्र में से और भ्रमण करके हमें यात्रा करना पड़ता है। ഓർക്കുക, നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ നാം പൂർത്തീകരിക്കും. हमें जो परमेश्वर ने सेवा दिया वो परमेश्वर वो हम पूरा करेंगे। ആത്മാവ് നമ്മെ നടത്തുന്ന വഴികളിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്യും. जिस
मार्ग में से हमें यात्रा करा रहा है, उस मार्ग को पूरा അത് करेंगे। കരയായാലും കടലായാലും നാം യാത്ര ചെയ്യും. चाहे वे जमीनी यात्रा हो चाहे समुद्री यात्रा हो, അവിടെ തിരമാല ആഞ്ഞടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും നാം ആത്മാവിന്റെ നിയന്ത്രണത്താൽ നാം യാത്ര ചെയ്യും. चाहे तूफान हो चाहे उफान हो, हम इस यात्रा को पूरा करेंगे। ഞാൻ ആത്മാവിൽ പറയാമോ, എന്റെ യാത്രയിൽ കര വന്നാലും അല്ല കടൽ വന്നാലും എന്റെ യാത്ര ഞാൻ ഈ ആത്മാവിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകും. चाहे मेरी यात्रा जमीनी हो चाहे मेरी यात्रा समुद्री हो, हम इस यात्रा को पूरा करेंगे तो लोग विश्वास कर सकते हैं। എന്റെ യാത്രയിൽ കര അവസാനിച്ചു എന്നോർത്ത് യാത്ര നിർത്തുന്നതല്ല നാം, അത് കടൽ വന്നാലും കടലിലൂടെ യാത്ര ചെയ്യും. हमारे यात्रा के मध्य में जमीन खत्म हो गई, ये बात को लेकर हम ये बैठे ना रहे, हम आगे चलकर समुद्र पर यात्रा करेंगे, विश्वास करें। പലപ്പോഴും കർത്താവേ ആമേൻ, ഈ കര ഇങ്ങനെ നീണ്ടു പോയാൽ കൊള്ളാമായിരുന്നു വിചാരിക്കുന്നവരാണ് നമ്മിൽ പലരും. हम में से कई लोग ऐसे हो सकते हैं जो ये बात को सोचते हैं कि प्रभु शायद जमीन और होती तो मैं और इसमें यात्रा करता। സെലൂക്കിയിലേക്കുള്ള യാത്ര അല്പം കൂടെ ആമേൻ ദീർഘമുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്. हम सोचते हैं प्रभु सेलूकिया की यात्रा और थोड़ी लंबी होती, जमीनी ही होती तो अच्छा था प्रभु। എന്നാൽ പെട്ടെന്ന് അപകടങ്ങൾ പതിയിരിക്കുന്ന കടലിലേക്ക് നമ്മുടെ യാത്ര വരാറുണ്ട്. लेकिन कई बार हमारी यात्रा एक गहरे समुद्र में जाती है तो എന്നാൽ പൗലോസേ ബർന്നബാസിന് ഭാരപ്പെടേണ്ട, നിന്നെ നടത്തുന്ന ഒരു ആത്മാവിന്റെ കൂടെയുണ്ട്. पौलुस है बरनबास, तुम घबराना नहीं, तुम्हारी यात्रा में तुम्हारे संग पवित्र आत्मा है। ആമേ, കരയായാലും കടലായാലും മാറാത്തൊരു അഭിഷേകമാണ് നമ്മോട് കൂടെയുള്ളത്. चाहे जमीन हो चाहे समुद्र हो, एक कभी ना बदलने वाला सामर्थ हमारे संग है। ആമേ, നാം കരയിൽ യാത്ര ചെയ്ത പോലെ തന്നെ കടലിലും യാത്ര ചെയ്യും. जिस प्रकार हम जमीन पर यात्रा कर रहे थे उस प्रकार हम समुद्र पर भी यात्रा ആമേ, करेंगे। നമ്മൾ ഈ സുവിശേഷമായ യാത്ര അവസാനിപ്പിക്കുന്നവരല്ല. हम इस सुसमाचार की यात्रा को समाप्त करने वालों में से नहीं। ആമേ, നാം അന്ത്യോക്യയിൽ ഇറങ്ങിയാൽ നിശ്ചയമായും ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന സകലയിടങ്ങളിൽ നാം യാത്ര ചെയ്യും. अंताकिया में से निकलने के बाद जिस स्थान पर से प्रभु चाहता है उस स्थान में से होकर गुजरेंगे। നമ്മുടെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും വലിയതായതുകൊണ്ട് കടൽ കണ്ട് സെലൂക്കിൽ നിന്ന് മടങ്ങിപ്പോകുന്നവരല്ല പൗലോസും ബർന്നബാസും. उनकी बुलाहट सुनने के बाद, बुलाहट को समझने के बाद समुद्र देखकर वापस ना जाने वालों में से नहीं है पौलुस और बरनबास। ആത്മാവിൽ നിറവ് പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. पवित्र आत्मा से भरे हुए प्रियो, ये बात समझे, हमें हमेशा यात्रा ही करना है। ആമേ, കരയിൽ നമുക്ക് വിജയം നൽകിയ കർത്താവ് കടലിലും വിജയം തരുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. परमेश्वर ने हमें जमीन पर हमें विजय दी, वो परमेश्वर समुद्र पर भी हमें विजय देगा। ഈ ആത്മാവിന്റെ നിറവും അഭിഷേകവും ഉണ്ടെങ്കിൽ നാം ശുശ്രൂഷ കരയിൽ ചെയ്ത പോലെ നാം കടലിലും ചെയ്യും. इस प्रकार परमेश्वर जमीन पर हमारे संग था, पवित्र आत्मा हमारे संग था, उस प्रकार प्रभु हमारे समुद्र में भी हमारे संग रहेगा। പലപ്പോഴും കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നാം ഓർത്ത് ഭാരപ്പെട്ട് കർത്താവ് എന്തുകൊണ്ട് കടലിന്റെ നീളം വർദ്ധിക്കുന്നു എന്നാ വിചാരിക്കുമ്പോൾ രാവിലെ ആത്മാവിൽ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണമേ. ആമേ, നിന്റെ മേൽ ദൈവിക അഭിഷേകമുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണമുണ്ടെങ്കിൽ നിശ്ചയമായും ആമേ കരയിൽ വിജയം തന്ന കർത്താവ് കടലിലും നിന്നോടൊപ്പമുണ്ട്. प्रभु ये समुद्र बहुत गहरा है, समुद्र बहुत बड़ा है, समुद्र में बहुत तूफान आ रहा है, लेकिन प्रियो एक बात विश्वास करे, जो परमेश्वर जमीन पर हमारे संग था वो परमेश्वर हमारे समुद्र में, परमेश्वर समुद्र की बातों में भी परमेश्वर हमारे संग है। പലപ്പോഴും യാത്ര സെലൂക്കിയലോളം മതി എന്ന് പറഞ്ഞ് ആമേൻ നാം പുറകോട്ട് മാറാറുണ്ട്. എന്നാൽ പറയാമോ, അല്ല കുപ്രോസ് വരെ പോകേണ്ടി വന്നാലും നിശ്ചയമായും ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ. ആമേ, എന്നെ നടത്തുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ നിയന്ത്രണത്താൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്ന സകല ഇടങ്ങളിലും യെസ് ആമേൻ പൂർണ്ണമായും സുവിശേഷത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവം എന്നെ സഹായിക്കും. कई बार सिलुकिया तक आकर हम रुक जाते हैं, सोचते हैं आगे समुद्र है, पीछे मुड़ जाते हैं, लेकिन प्रियो एक बात समझो, परमेश्वर जिस जिस स्थान पर से यात्रा करने के लिए परमेश्वर हमें बुलाया है, उस हर स्थान में चाहे जो भी परिस्थितियां आए तो परमेश्वर के पवित्र आत्मा हमारे संग है। ഈ അഭിഷേകം ആമേൻ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ദൈവത്തിന്റെ പൈതലേ. प्रियो ये अभिषेक जो है ये हमारे लिए बहुत बड़ी संपत्ति है। ഈ ആത്മനിറവും അഭിഷേകത്തിന് വേണ്ടിയല്ലേ നമ്മുടെ പിതാക്കന്മാർ വില കൊടുത്തത്. इसी अभिषेक के लिए हमारे बाप दादाओं ने अपनी जानों को गवाया है। ബാക്കി എല്ലാം നഷ്ടപ്പെട്ടാലും അഭിഷേകം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതാണ് വിശുദ്ധനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം. एक शुद्ध एक पवित्र जन के पीछे अगर हम सोचे तो चाहे सब कुछ बर्बाद हो चलेगा,
लेकिन अगर अभिषेक गया तो बातों को गंभीरता से लेना है। നമ്മുടെ ഭൂമിയിലെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും ബാങ്ക് ബാലൻസ് തീർന്നു പോയാലും അഭിഷേകം തീരാതിരിക്കട്ടെ. संसार में हमारा बैंक का बैलेंस, हमारी जमीनी बातें खत्म हो जाए लेकिन अभिषेक ना खत्म हो। ബാബിലോണിന്റെ ശക്തി അവസാനിപ്പിക്കുവാൻ വേണ്ടി കോരശ് എന്ന അഭിഷിക്തനാണ് എഴുന്നേറ്റ് വന്നത്. अब बाबिलोन की खात्मा करने के लिए कुस्रू नाम का अभिषिक्त व्यक्ति आता है। ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകമാണ് പല ബാബിലോണിനെയും അവസാനിപ്പിക്കുന്നത്. कई सारे बाबिलोन का खात्मा करने के लिए पवित्र आत्मा से अभिषेक किए हुए लोगों की जरूरत है। ആത്മാൽ പറയാമോ അഭിഷിക്തന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കും. प्रिय विश्वास के द्वारा कहें कि आत्मा से भरे लोग हमारे कलीसिया पर से उभरेंगे। ആമേൻ. ഈ സലൂക്കിൽ നമ്മൾ കുപ്രോസിലേക്ക് യാത്ര ചെയ്യും. इस सलूकिया से साइप्रस की तरफ हम यात्रा करेंगे। നിശ്ചയമായും വിജയം നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം. हमें विजय दे दिया है विश्वास से। ആമേൻ. ബാബിലോൺ എന്ന് നമ്മളെ ഭരിക്കുകയില്ല. हमारे ऊपर राज अब नहीं करेगा। ഒരു മടങ്ങി വരവ് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ കോരശിനെ എഴുന്നേൽപ്പിക്കും. वापसी अगर परमेश्वर हमारे लिए सोचा है तो परमेश्वर एक कुस्रू को खड़ा करेगा। ആത്മാവിൽ നടക്കാം. परमेश्वर को धन्यवाद करें, आत्मा में चलें, ആത്മാവിൽ പ്രസംഗിക്കാം, आत्मा में प्रचार करें, ആത്മാവിൽ പ്രാർത്ഥിക്കാം. आत्मा में प्रार्थना करें। ദൈവം ചരിത്ര ദൈവമാണെങ്കിൽ परमेश्वर इतिहास का परमेश्वर है तो ബാബിലോണിന്റെ അവസാനവും പാർസി ദേശത്തിന്റെ ഉദയവും ഉണ്ടാകും. बाबिलोन की दुर्गति और फारसियों की प्रगति परमेश्वर ने उपाय करके रखा। ഓർക്കുക, വീണ്ടും പണിയപ്പെടും. तो परमेश्वर हमें दोबारा बनाने वाला परमेश्वर। മതിലുകളെല്ലാം പണിയപ്പെടും. दीवारें वापस बनेंगी। യെരൂശലേമിൽ വീണ്ടും ദൈവത്തിന്റെ ആരാധന ആരംഭിക്കും. यरूशलेम में वापस आराधनालय शुरू होगा। പുരോഹിതന്മാർ ആലയത്തിൽ പ്രവേശിക്കും. पुरोहित वापस आराधनालय में प्रवेश ജനം करेंगे। ആരാധനയ്ക്ക് വേണ്ടി ആലയത്തേക്ക് പ്രവേശിക്കും. प्रजा आराधनालय में आराधना करने आएगी। സകല അപമാനങ്ങളും മാറും. सभी अपमानित बातें हटेंगी। വീണ്ടും ഒരു ഉണർവ് യെരൂശലേമിൽ സംഭവിക്കും. एक वापसी बहुत जल्द आएगी। ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. इतिहास को कब्जा करने वाला परमेश्वर है। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। സമയം അല്പം നീണ്ടുപോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. समय थोड़ा आगे बढ़ गया, हम समझ सकते हैं। ക്ഷമിക്കുക. നിശ്ചയമായും ആമേൻ. നാം യെരൂശലേമിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. हम एक बात को समझे, यरूशलेम में बहुत बड़े कार्य को हम करने जा रहे हैं। ഒരു വലിയ മടങ്ങി വരവ് നമുക്കുണ്ടാകും. बहुत बड़ी वापसी होने वाली है। കോരശ് എഴുന്നേൽക്കും. कुस्रू खड़ा होगा। ആമേൻ. വീണ്ടും യെരൂശലേം പണിയപ്പെടും. वापस यरूशलेम में आराधनालय बनेगा। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। God bless you all. वो आपको आशीष। ആമേൻ. आमीन। ആമേൻ.